ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ സാന്നിധ്യത്തിൽ സമയം ചിലവഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ മാറുന്നു എന്നത് അതിശക്തമായി വെളിപ്പെടുത്തുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം. മോശ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവത്തോട് സംസാരിച്ചതിനാൽ അവൻ്റെ മുഖം പ്രകാശിച്ചു. ഇന്നത്തെ ധ്യാനത്തിൻ്റെ കേന്ദ്ര സന്ദേശം ദൈവ സാന്നിധ്യത്തിൽ ചിലവഴിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നു. ഇന്നത്തെ തിരുവചന ഭാഗം പുറപ്പാട് പുസ്തകം 34 അധ്യായം 29 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവ സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ മുഖത്തെയും മനസ്സിനെയും അവൻ്റെ ജീവിതത്തെയും മാറ്റിമറിക്കുന്ന ശക്തിയാണ് എന്നതാണ്. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ പുതിയ പ്രഭാതത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. മോശയെപ്പോലെ അങ്ങയുടെ സന്നിധിയിൽ സമയം ചിലവഴിക്കുവാനും അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 34 അധ്യായം 29 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗം. അവൻ തന്നോട് അരുളി ചെയ്തതു നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അറിഞ്ഞില്ല. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളൊക്കെയും അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു. മോശ അവനോട് സംസാരിച്ചു. അതിൻ്റെ ശേഷം ഇസ്രായേൽ മക്കളൊക്കെയും അവൻ്റെ അടുക്കൽ ചെന്നു. സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരുളി ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു. മോശ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ മുഖത്ത് ഒരു മൂടുപടമിട്ടു. മോശ യഹോവയോട് സംസാരിക്കേണ്ടുന്നതിന് അവൻ്റെ സന്നിധിയിൽ കടക്കുമ്പോൾ പുറത്തു വരുവോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തു വന്ന് ഇസ്രായേൽ മക്കളോട് പറയും. ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശ അവനോട് സംസാരിക്കേണ്ടുന്നതിന് അകത്തു കടക്കുവോളം മൂടുപടം പിന്നെയും തൻ്റെ മുഖത്ത് ഇട്ടുകൊള്ളും. ആമീൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സീനായി പർവ്വതത്തിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിരുന്നു. അവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു കാര്യം, അവൻ്റെ മുഖം ദൈവമഹത്വത്താൽ പ്രകാശിച്ചിരുന്നു. അവനതറിയാതെ തൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ജനങ്ങൾ അവൻ്റെ മുഖത്തെ പ്രകാശം കണ്ടു ഭയപ്പെട്ടു. ഈ പ്രകാശം മോശയുടെ സ്വന്തം മഹത്വമല്ലായിരുന്നു, അത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. ഇതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഹൃദയം. ദൈവ സാന്നിധ്യത്തിൽ ചിലവഴിക്കുന്ന സമയം ഒരിക്കലും അത് വെറുതെയാകുന്നില്ല. പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ, വചനം കേൾക്കുവാനായി ചിലവഴിക്കുന്ന സമയങ്ങൾ, തിരുവചനം ധ്യാനിക്കുവാനായി ചിലവഴിക്കുന്ന സമയങ്ങൾ, ആരാധനയിലെ ആത്മാർത്ഥത, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തെ ക്രമേണ മാറ്റുന്നു. ലോകം പുറമേയുള്ള സൗന്ദര്യം തേടുമ്പോൾ ദൈവം ഉള്ളിലെ പ്രകാശമാണ് നൽകുന്നത്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം,
എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിനായി ഞാൻ സമയം മാറ്റിവെക്കുന്നുണ്ടോ? എൻ്റെ വാക്കുകളിലും എൻ്റെ പ്രവൃത്തികളിലും ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവർ കാണുന്നുണ്ടോ? ദൈവത്തോടൊപ്പം കഴിയുമ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ വെളിച്ചമാകും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതവും അങ്ങയുടെ സ്നേഹത്തിലും വിശുദ്ധിയിലും പ്രതിഫലിക്കുവാൻ സംഗതിയാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇരുളിൽ കഴിയുന്നവർക്ക് അങ്ങയുടെ വെളിച്ചം ലഭിക്കുവാൻ സംഗതിയാകണമേ. രോഗികൾക്ക് സൗഖ്യവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും ദുഃഖിതർക്ക് ആശ്വാസവും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ. നിങ്ങളിലൂടെ അനേകർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ സംഗതിയാകട്ടെ. ഈ തിരുവചന ധ്യാനം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. ദൈവനാമം നിങ്ങളിലൂടെയും വളരുവാൻ സംഗതിയാകട്ടെ. ആമേൻ.